ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ CSEB എക്സാം കഴിഞ്ഞു അല്ലെ? CSEB എക്സാം കഴിഞ്ഞു, ആൻസർ കീ വന്നു. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായമായിരുന്നു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമുക്ക് എൻറ്റയർലി അതിനെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് വരുന്ന സമയത്ത് കഴിഞ്ഞ എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ടഫ് ആയിരുന്നു എക്സാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ബേസിക്കലി ഇംഗ്ലീഷിന്റെയും GK ഒക്കെ പോർഷൻ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടഫ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്നും ചെറുതൊരു വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അല്ലെ? സബ്ജക്ട് ബേസ് ആകുമ്പോഴും അതേപോലെ തന്നെ ഇത്തരത്തില് ജനറൽ നോളജിന്റെ ബേസ് ആകുമ്പോഴും ഇംഗ്ലീഷിന്റെ ബേസ് ആവുന്ന സമയത്തും നമുക്ക് അവിടുന്ന് ഇതുവരെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്തൊരു എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായത്, എവിടുന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്നത്, ഇനി നമ്മൾ അടുത്ത ഒരു എക്സാമിന് വേണ്ടി എങ്ങനെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലെ? അടുത്ത എക്സാം ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ ഇപ്പൊ അടുത്ത് തന്നെ വരും. എക്സാം എന്നൊക്കെ നമുക്കറിയാം അടുത്ത 3 മാസത്തിനിടെ എക്സാമും ഉണ്ടാവും. അപ്പൊ അടുത്തൊരു എക്സാമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ കുറച്ച് കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞ് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് അടുത്തൊരു എക്സാമിന് പഠിക്കാം. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് അടുത്തൊരു എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലായിക്കൊണ്ട് ഓരോ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. സോ അത് വലിയൊരു കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷും അതേപോലെ GK നിങ്ങളെ കുറച്ച് കുഴപ്പിച്ചു. അപ്പോൾ ഇംഗ്ലീഷും GKയും എങ്ങനെയാണ് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും അതേപോലെ പുതിയ ഒരു എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഒരു ഫ്രീ വെബിനാറുമായി 2025 ഫെബ്രുവരി 25 7 മണിക്ക് നമ്മളെ ശ്രീകല മിസ്സും അതേപോലെ ശില്പ മിസ്സും വരികയാണ്. ഇംഗ്ലീഷിന്റെ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീകല മിസ് ആണ്, GKയുടെ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ശില്പ മിസ് ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് മനസ്സിലാക്കണം. ഫെബ്രുവരി 25 രാത്രി 7 മണിക്ക് ഒരു ഫ്രീ വെബിനാറുമായിട്ടാണ് ഞങ്ങളുടെ ഈ 2 ഫാക്കൽറ്റീസ് നമ്മളെ മുന്നിൽ എത്തുന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് GKയും അതേപോലെ ഇംഗ്ലീഷും ഈ 2 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നിങ്ങളെ സംശയങ്ങളും പുതിയൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു എക്സാമിലേക്ക് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സംശയങ്ങളും കഴിഞ്ഞ എക്സാമിൽ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡേറ്റ് മനസ്സിലാക്കി വെക്കുക. 2025 ഫെബ്രുവരി 25 7 മണിക്കാണ് ഈ ഒരു ഫ്രീ വെബിനാറുമായി ഞങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പൊ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോ ഇംഗ്ലീഷും GKയും നമുക്ക് വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.